എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മനുഷ്യ ശരീരത്തെ അളവുകളുടെയൊക്കെ സഹായത്തോടു കൂടി എങ്ങനെ കൃത്യമായി വടിവത്ത രീതിയിൽ വരയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനുഷ്യനെ വരയ്ക്കേണ്ട ടോട്ടൽ വലുപ്പം നമ്മൾ പേപ്പറിൻ്റെ സൈസിനനുസരിച്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു വര വരച്ചു. അപ്പോൾ ടോട്ടൽ സെൻറ്ററിൽ വീണ്ടും ഒരു പോയിൻ്റ് ഇട്ടു. അതിനെ വീണ്ടും പകുതിയാക്കുന്നത് കാണാം. അതിൻ്റെയൊക്കെ പകുതിയിൽ ഇപ്പം 4 ഭാഗങ്ങളായി. ഇപ്പം താഴത്തെ പകുതിനെ വീണ്ടും ഭാഗിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ടോട്ടൽ 8 ഭാഗങ്ങൾ ഉണ്ട്. ആ 8 ഭാഗത്തിൽ ലാസ്റ്റുള്ള ആ ഭാഗത്തിനെ വീണ്ടും പകുതിയാക്കി. ഇനി നോക്കുക, ഒന്നാമത്തെ നമ്പർ 2 എന്നീ ഓർഡറിൽ അത് 7 ഭാഗങ്ങളാക്കി തിരിക്കുകയും അവസാനത്തെ ഭാഗം 7.5 ഒരരയും കൂടിയിട്ട് വെക്കുകയാണ് ചെയ്തത്. അടിയിലൊരു വര ഇട്ടിട്ടുണ്ട്. അത് എന്താണെന്നുള്ള ലാസ്റ്റ് മനസ്സിലാവും. അപ്പോൾ തല വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ഈ തലയുടെ 7.5 ഇരട്ടി ഭാഗമായിട്ടാണ് നമ്മൾ മനുഷ്യൻ്റെ ആകെയുള്ള വലുപ്പത്തിന് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര വലുപ്പത്തിൽ വരയ്ക്കണം എന്ന് ആദ്യം തീരുമാനിക്കുകയും ആ തീരുമാനപ്രകാരം നമ്മൾ ടോട്ടൽ അളവ് കണക്കാക്കുകയും ഒക്കെ ചെയ്തു. കണ്ണിൻ്റെ മൂക്കിൻ്റെയൊക്കെ അളവ് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ എവിടെ നിന്നാണ് കഴുത്ത് തുടങ്ങുക എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോക്കുക, ആ തലയുടെ വീതി ആ സെൻറ്ററിൽ നിന്ന് പുറത്തേക്കും അവിടെ നിന്ന് അങ്ങോട്ടേക്കും വെച്ചു. അതാണ് ടോട്ടൽ ബോഡിയുടെ വീതി എന്ന് പറയുന്നത്. അത് നേരെ താഴെ വരെ വരച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ ആദ്യത്തെ 1 മുതൽ 2 വരെ ഉള്ള നമ്പറിൻ്റെ നടുക്ക് ഒരു ലൈൻ വെറുതെ കാണുന്നുണ്ട്. അത് ആ പകുതിയിലേക്കാണ് ബോഡിയുടെ ഷോൾഡറിൻ്റെ ചരിവ് വരുന്നത്. ആ ചരിവ് കൃത്യമായി 2 ഭാഗവും വരച്ച് ചേർത്തു. പിന്നെ അവിടെ ആ തൊണ്ടക്കുഴിയൊക്കെ ചെയ്തു. രണ്ടാമത്തെ വരയിലാണ് വരയുടെ കുറച്ച് താഴെയായിട്ട്, വരയിൽ കറക്റ്റല്ല, കുറച്ച് താഴെയായിട്ടാണ് ചെസ്റ്റിൻ്റെ ആ ഭാഗം വരയ്ക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോഴാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണാൻ പറ്റുക. അപ്പോൾ ബോഡിയുടെ ഭാഗം, പൊക്കിളിൻ്റെ ആ ഭാഗം നമ്പർ 3 താഴെയായിട്ട് വരുന്നു. ഇടുപ്പ്, മെയിലിനെയും ഫീമെയിലിനെയും വരയ്ക്കുമ്പോൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. നമ്മളത് ഫീമെയിലിനെ വരയ്ക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഇപ്പം ഏതാണ്ട് 4ാമത്തെ ആ കള്ളിയുടെ ലൈനിൻ്റെ അടുത്തെത്തി കഴിഞ്ഞു. അതിൽ ചെറിയ ഷേപ്പുകളൊക്കെ കൊടുക്കുകയാണ്. കാല് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കാലിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ശരിക്കും 3ൻ്റെയും 4ൻ്റെയും പകുതിയിൽ വെച്ചിട്ടാണ്. അതായത് 3.5 എന്നുള്ള നമ്പറിൽ വെച്ചിട്ടാണ്. നമ്മൾ ആ നമ്പറിൽ ഇട്ടിട്ടില്ല. 3.5 എന്നുള്ള അര എന്നുള്ളത് നമ്മൾ താഴെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ 3ൻ്റെയും 4ൻ്റെയും പകുതിയിൽ, അത് നിങ്ങൾ 1-2 പ്രാവശ്യം അത് കാണുകയും നിങ്ങൾ തന്നെ അത് വരച്ച് നോക്കുകയും ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ മുട്ട് 5ാമത്തെ പോയിന്റിൽ നിൽക്കുന്നില്ല. മുട്ട് നിൽക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കുക. അതിൻ്റെ ഷേപ്പ്, കാലിൻ്റെ ഷേപ്പ്, കാലിൻ്റെ ഗ്യാപ്പ് കണ്ട, അടുത്തടുത്തല്ല നിൽക്കുന്നത്, കുറച്ച് ഗ്യാപ്പുണ്ട്. ഇനി മുട്ട് വരുന്നത് 5ൻ്റെയും 6ൻ്റെയും
പകുതിയിലെത്തുമ്പോഴാണ് മുട്ടിൻ്റെ ആ സ്പേസിലേക്ക് എത്തുന്നത്. ഈ ഷേപ്പുകളൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഉണ്ടാവുക. കുടവേറ് ചാടിയതും കൂടുതൽ തടിയുള്ള ആളുകളും ഒക്കെ തന്നെ വരയ്ക്കുമ്പം അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ചിത്രത്തിലുണ്ടാവും. ഇതൊരു നോർമൽ ബോഡി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഫേസ് വരയ്ക്കുമ്പോൾ പോലെ തന്നെ നോർമൽ ബോഡിയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കാലിൻ്റെ കണങ്കാല് പെയിൻറ് ചെയ്യുന്ന നമ്പർ 7ാമത്തെ നമ്പറിലാണ് പോയി നിൽക്കുന്നത്. ഒന്ന് രണ്ട് തവണ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും എത്ര നമ്പറായിട്ടത് ഏത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. ഇനിയും നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കിളിൻ്റെ അടുത്തുനിന്ന് കമൻ്റായിട്ടൊക്കെ ഒരു ചെറിയൊരു സർക്കിളിൻ്റെ ഒരു ഭാഗം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വരയ്ക്കുന്നത്. ആ ഒരു സർക്കിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ മുട്ട് വരുന്ന ഭാഗം മുട്ടിൻ്റെ നേരെ വരയ്ക്കാൻ പാടില്ല, ഒരു സർക്കിളായിട്ട് വരയ്ക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആ മുട്ടിൻ്റെ എവിടെ വരെയാണ് മുട്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അവിടെ അത് നിർത്തിയും അവിടെ നിന്ന് കൈയിൻ്റെ താഴോട്ടുള്ള ഭാഗവും വരയ്ക്കുകയും ചെയ്യാം. അപ്പോൾ കൈയിൻ്റെ ആക്ഷൻ അനുസരിച്ച് ആ സർക്കിള് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ആ കൈയിൻ്റെ ആക്ഷൻ, കൈ പൊക്കുമ്പോൾ ആ ഒരു സർക്കിളിൻ്റെ ആ രീതി തന്നെയാണ് കൈ ചലിക്കുക. ഒരു കോമ്പസൊക്കെ ചലിക്കുന്ന പോലെ കൈയിൻ്റെ ഷേപ്പ്. ഇതിനൊക്കെ നമുക്ക് വേണ്ടത് ആളുകളെ മോഡലാക്കി നിർത്തി കൂടുതൽ സ്റ്റഡി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്തുക. അവരെ നിർത്തി അവരെ നോക്കി വരച്ചാൽ കുറച്ചുകൂടി കൈയും കാലൊക്കെ വരയ്ക്കുന്നതും ആക്ഷനും ഒക്കെ നമുക്ക് കിട്ടും. ഇതൊരു ബേസിക് അളവുകൾ പറയാൻ വേണ്ടിയിട്ട്, അളവിനെ പറ്റിയൊരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണത് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പ്രാക്ടീസിലൂടെ ആ ബോധം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആളുകളെ മോഡലാക്കി നിർത്തിയിട്ടും ഫോട്ടോ നോക്കിയിട്ടുമൊക്കെ തന്നെ നമുക്ക് ആ അളവിനെ നമുക്കിത് ചിത്രം വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അളവിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളെ മനസ്സിലേക്ക് ഈ അളവുകൾ കയറി കിടക്കും. കാലിൻ്റെ വലുപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ടിത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെ പറ്റി പഠിക്കുകയും അതിനെപ്പറ്റി ഒരു ബോധവാനാവുന്നതും നല്ലതാണ്. കാല് വരയ്ക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 7.5 അരഭാഗം, അതായത് 7 കഴിഞ്ഞിട്ട് ആ അരഭാഗത്തേക്കാണ് കാല് കൊണ്ടുപോയിട്ട് നിൽക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി വയറിൻ്റെ അടുത്തുള്ള ആ ഒരു വാരിയലിൻ്റെ ആ ഒരു സ്ഥലം, നാഭിയുടെ ആ ഭാഗം, അതൊക്കെ മാർക്ക് ചെയ്തു. ഇനി ഇതിനെ പെന്ന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കൃത്യമായ ഷേപ്പിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. പെന്ന് വെച്ച് വരയ്ക്കുമ്പോൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ആ വരയ്ക്കുന്ന ആ രേഖകൾക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു സ്മൂത്ത്നെസ് കുറവായിരിക്കും. അപ്പോൾ അത് പുരുഷന്മാരെ വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് റഫായിട്ടുള്ള രേഖകളാണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അത് സ്ത്രീകളെ വരയ്ക്കുമ്പോൾ, കുട്ടികളെ വരയ്ക്കുമ്പോൾ ഒക്കെ തന്നെ കുറച്ചുകൂടി സ്മൂത്തായിട്ടുള്ള വരകൾ, അതിൻ്റെ ഒഴുക്ക് ഒക്കെ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും.
നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കുക. അത് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ തരും. ഇനി നമ്മൾ ബ്രഷ് വെച്ചിട്ട് ബ്ലാക്ക് കളർ ഉപയോഗിച്ച്, വാട്ടർ കളറിൻ്റെ ബ്ലാക്ക് മാത്രം ഉപയോഗിച്ചിട്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വെച്ച് ചെറിയൊരു വാഷ് ആ ചിത്രം ഒരു 3 ഡയമെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു ചിത്രം ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൂടി കാണുന്നത്. ഫേസ് വരയ്ക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് എല്ലാവരും ഒന്ന് പോയിട്ട് കാണുക. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത്. അതായത് ഫേസ് ആണല്ലോ നമ്മൾ മെയിനായിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കഴുത്ത് എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ണും മൂക്കും ഒന്നും വരയ്ക്കുന്നില്ല. കാരണം നമ്മൾ ടോട്ടൽ അനാട്ടമി എന്നുള്ള രീതിയിൽ ബോഡീൻ്റെ പാർട്സുകൾ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഫേസ് നമ്മൾ മറ്റേ പഴയ വീഡിയോയിൽ പോയി ഒന്ന് കാണാം. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അത് കുറച്ചുകൂടി സൂം ചെയ്താണ് വരച്ചത്. ആ ഫേസിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ടാണത് ചെയ്തിട്ടുള്ളത്. കണ്ണിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഷെയ്ഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കൃത്യമായിട്ട് ലൈൻ സ്കെച്ച് ചെയ്തിട്ടില്ല. ഇനി ബാക്ക്ഗ്രൗണ്ടിലൊരു കളറും കൂടി കൊടുക്കുമ്പം അതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് ചിത്രം കാണാനാവും. പൂർണ്ണമായിട്ടുള്ള ചിത്രം ഞാൻ തൊട്ടപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ആദ്യം കാണാം. ആ ചിത്രത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ അളവുകളൊക്കെ വെച്ചെത്തുന്നതെന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു.